മാഡം, TSF 144 വരുന്നത് നിങ്ങളുടെ ഭർത്താവാ? ഇവിടെ താമസിക്കുന്നവര് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണോ? എന്താ പ്രശ്നം ഉണ്ടാക്കാനാണോ? നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങളോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ഭർത്താവും തമ്മിൽ ഇന്നലെ ഒരു ഉടക്കമുണ്ടായി. എന്റെടാ, നമുക്ക് വരുന്ന ഭാര്യയും ഈ മേഡത്തെ പോലെ ആയിരുന്നെങ്കിൽ. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ അടുത്ത് കളിക്കാൻ വരണ്ട. പിന്നെ നടക്കുന്നത് വേറെയാ. ഏട്ടാ, ഇത് ഭയങ്കര സ്പീഡിലാണല്ലോ. പോത്തിന്റെ ചെവി വേദോതിയിട്ട് എന്ത് കാര്യം? എന്താ ഇത്ര സമയമായത്? സമയത്തിന് വരേണ്ടവരൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഞാനിപ്പോ വന്നാലെന്താ? ഉസ്മാൻ ഇവിടെ. വിശപ്പ് കാരണം ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചു. അതെന്താ, ഇവിടെ വരുന്നവരാരും വാങ്ങിച്ചോണ്ട് വരുന്നില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയണത്? എനിക്ക് നിന്റെ കെട്ടുകഥയൊന്നും കേൾക്കണ്ട. പറഞ്ഞ അനുസരിച്ചാ മതി. പറഞ്ഞ വാക്ക് പാലിക്കണം. അത് കാരണമല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. എന്റെ പണി തീർന്നതും കൊച്ചിനെ തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. വേദനിക്കുന്ന ചേച്ചി. പ്രസവത്തിന് മുൻപുള്ള ഫാൾസ് പെയിൻ ആയിരിക്കും. മെല്ലെ ഒന്ന് എഴുന്നേറ്റ് നടന്നു നോക്ക്. മെല്ലെ സൂക്ഷിച്ച്. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്നെ നീ വഞ്ചിക്കരുത്. ഞാനും ഒരു പെണ്ണില്ലേച്ചി. ഞാൻ ചേച്ചിനെ വഞ്ചിക്കില്ല. വാ, വന്ന് വല്ലതും കഴിക്ക്. ഡോക്ടർ, മിസ്സസ് ലീല വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഇത് വാങ്ങി കഴിക്കൂ. ആന്റി, നമ്മൾ വിചാരിച്ചതൊന്ന്, നടക്കുന്നതൊന്ന്. എന്താ ലീലേ? സതീഷ് ഗീത താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് നിന്നോട് ആര് പറഞ്ഞു? ആ ചുറ്റുപാടുള്ളവരെയൊക്കെ എനിക്കറിയാം. അവരാ പറഞ്ഞത്. സതീഷ് സംസ്കാരവും വിവേകവും ഉള്ള ആളാണ്. അദ്ദേഹം വെറുതെ ഗീതയെ കാണാൻ പോയിട്ടുണ്ടാവാം. അവൾ എന്തിനും തയ്യാറായവളാ. എന്തൊക്കെയോ തന്ത്രം പ്രയോഗിച്ച് പണത്തിനു വേണ്ടി സതീഷിനെ വലയിൽ വീഴ്ത്തിയതായിരിക്കും. ഏതെന്തായാലും ഈ കാര്യം നമുക്കറിയാമെന്ന് സതീഷിന് സംശയം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അവരറിയാതെ തന്നെ അവരെ നമ്മൾ നിരീക്ഷിക്കണം. ആന്റി സതീഷിനെ വിളിച്ച് ഒന്ന് ഉപദേശിച്ചു നോക്കിയാലെന്താ? അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിനത് വിഷമാവും. എന്റെ അഭിപ്രായത്തിൽ ഗീത പ്രസവിക്കുന്നതുവരെ നമുക്കെന്തെങ്കിലും അറിഞ്ഞതായോ കണ്ടതായോ ഭാവിക്കാൻ പാടില്ല. ആന്റി പറയുന്നത് ശരിയാ. എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവള് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ? ലീലേ, നീ ആവശ്യമില്ലാതെ വിഷമിക്കാതെ. ശരി ആന്റി, ഞാൻ വരട്ടെ. ഹലോ, ഞാനാ ലീല. എന്താ ലീലേ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ.
ഇതെന്നെ ശരിയാകത്തെ. മാഡം മാഡം, ഉം? ഞാൻ ഈ പട്ടാളത്തിലായിരുന്നപ്പോ TV മാത്രമല്ല വലിയ റഡാർ വരെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ബെന്നി, നീ ഇവിടെ വരാൻ പാടില്ല. മര്യാദയൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചേ? അതുപോട്ടെ, നീ അവരെ വളരെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിന്നെ സംരക്ഷിക്കുന്നത്, അത്രേ ഉള്ളൂ. അതിനുള്ള പൈസ നമ്മൾ അവരിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയും വാങ്ങിക്കണം. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ലല്ലോ. നമ്മൾ ചോദിച്ച പൈസ അവര് തന്നു കഴിഞ്ഞു. ഞാൻ ചോദിക്കും, നിനക്കെന്ത് പോയി? അതല്ല ബെന്നി, പറയണത് കേൾക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം. ഒരു സിനിമാ പ്രൊഡക്ഷനിൽ ഞാൻ പാർട്ട്ണറാവാൻ പോവാ. പ്രസവം കഴിഞ്ഞാൽ നീയാണ് ആ പിക്ചറിലെ ഹീറോയിൻ. എന്റെ അടുത്ത് പൈസ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഹീറോയിൻ ആകുകയും വേണ്ട. ഉം? ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് പോ. അവര് വരുന്ന സമയമായി. പേടിയോ? ശ്ശേ. ആ, കൈ വിട് ബെന്നി. ഇത്രയും കാലം ഈ ഞാൻ നിനക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. ബെന്നി, മര്യാദയ്ക്ക് സംസാരിക്ക്. നിനക്കെന്താ മര്യാദ? ഇങ്ങോട്ട് വാടി. ബെന്നി, വരാനല്ലേ പറഞ്ഞത്? കേൾക്ക് ബെന്നി. എടി, പറയണനുസരിച്ച്. വേണ്ട ബെന്നി. എടി, എന്റെ വയറ്റിൽ ഒരു ജീവൻ വളരുന്നുണ്ട്. വേണ്ട ബെന്നി, പറയണത് കേൾക്ക്. ബെന്നി, നീ അനുസരിക്കില്ല അല്ലേ? ബെന്നി. ഇനി ഈ ഏരിയയിലെങ്ങനെ നിന്നെ കണ്ട നിന്റെ ശവമായിരിക്കും പിന്നെ ഇവിടുന്ന് പോവുക. ഓടാ. ആരാ അത്? അവനാണ് എന്റെ ഈ വിധിക്ക് കാരണം. നടന്നതല്ല ഒരു ദുസ്വപ്നമായിട്ട് വിചാരിച്ചിട്ട് സമാധാനമായിട്ടിരിക്കും. നിനക്ക് ഞാനുണ്ട്. ഐ വിൽ ഹെൽപ്പ് യു. ഇനി അവന്റെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, പോയി വിശ്രമിക്ക്. ഗീത, ഒരു മിനിറ്റ്. ഈ പിസ്റ്റോൾ നീ കൈവച്ചോളൂ. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇത് ഉപയോഗിക്കാം. ഗീതേ, നീ എന്താ ഈ കാണിച്ചത്? എന്റെ കുഞ്ഞിന്റെ അച്ഛനെ രക്ഷിക്കേണ്ടത്
എന്റെ കടമയല്ലേ? മാത്രമല്ല അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ വീണ്ടും ശല്യം ഉണ്ടാവും. ഇവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ച് ചെയ്തോളാം. നീ അകത്ത് പോ. ഹലോ, ബൽറാമല്ലേ? അതെ. ഞാൻ സതീഷാണ്. എത്രയും പെട്ടെന്ന് നീ ഇവിടെ വരണം. എവിടെ വരണം? ഓക്കെ ഓക്കെ. ഹലോ, അതെ അതെയോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. സിസ്റ്റർ, ഗീതയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പേടിക്കാനില്ല. ഡോക്ടർ അകത്തുണ്ട്. ഇനി അരമണിക്കൂറിനുള്ളിൽ പ്രസവം ഉണ്ടാവും. ആന്റി, കുഞ്ഞെവിടെ? കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക. കുട്ടിയെ എടുത്തോളൂ. വേണ്ട, ഇപ്പൊ വേണ്ട ആന്റി. തൊട്ടിലേക്ക് കിടത്തിക്കോളൂ. ആന്റി, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിനക്കിപ്പോ സന്തോഷമായില്ലേ? വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. കുഞ്ഞും സതീഷിനെ പോലെ തന്നെയുണ്ട്. പെൺകുട്ടിയല്ലേ, കാണാൻ എന്റെ പോലുണ്ടായ സന്തോഷം തന്നെ. ഗീതേ, ഗീതേ, ലീലേ, ഗീത റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് കാണാം. നീ വാ.